നിന്നിലലിയാൻ ഞാൻ ഭാഗം 73. നീ ഇന്ദ്രജിത്ത് ലോകനാഥനോടുള്ള കളി നിർത്തിയേക്ക്, അതാ നിനക്ക് നല്ലത്. ശ്രുതിയുടെ സഹോദരൻ അവളെ പിന്മാറ്റാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവൾ ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ ഇന്ദ്രനെയും പാർവതിയെയും തന്നെ നോക്കി നിന്നു. ശ്രുതി, ഞാൻ നിന്നോടാ പറയുന്നത്. താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് ശ്രുതിയുടെ സഹോദരൻ ദേഷ്യപ്പെട്ടു. അതിന് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാനൊന്നും ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നത് അലങ്കൃതയും അലോകുമായിരിക്കും. ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമായി മാറും. ശ്രുതി പറയുന്നത് കേട്ടതും അവളുടെ സഹോദരൻ ദേഷ്യത്തോടെ തല കുടഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നുപോയി. എന്നാൽ അലങ്കൃത ദേഷ്യത്തോടെ പറയുന്നത് കേട്ടാണ് അലോക് അങ്ങോട്ട് വന്നത്. എന്താ കാര്യം? നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? അലോക് ചോദിച്ചു. ഇന്ദ്രൻ അവൻ്റെ ഭാര്യയെയും കൊണ്ട് കേരളത്തിലേക്ക് പോയിരിക്കുന്നു, ആലപ്പുഴ ജില്ലയിൽ. ഓ, അതാണോ കാര്യം? എനിക്കറിയായിരുന്നു അവൻ അവിടെ എത്തുമെന്ന്. ഞാനും അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, അലോക് പറഞ്ഞു. നിങ്ങളോടൊപ്പം ഞാനും വരുന്നുണ്ട്, അലങ്കൃത പറഞ്ഞതും. അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. നിനക്ക് കാണേണ്ടേ പാർവതിയെ? അലോക് ചോദിച്ചു. പിന്നെ കാണണം. അന്ന് പക്ഷേ അവളെ ചേർത്ത് പിടിക്കാൻ അവളുടെ കൂടെ ഇന്ദ്രജിത്ത് ലോകനാഥൻ ഉണ്ടാകരുത്, അലങ്കൃത പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അവൻ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നത് അലങ്കൃതയ്ക്ക് തോന്നി. പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇന്ദ്രജിത്ത്, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് നടക്കുകയായിരുന്നു പാർവതി. ഇവിടെ അവളെ പരിചയമുള്ളവർ അവളോട് വന്ന് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഇന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പാർവതിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് കേട്ട് ഒരു ഞെട്ടലിലായിരുന്നു. എങ്കിലും കുറച്ചു പേരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനലിലൂടെയും എല്ലാം ഇന്ദ്രജിത്തിനെയും പാർവതിയുടെയും വിവാഹക്കാര്യം അറിഞ്ഞവർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇന്ദ്രനെ ചെറിയൊരു പേടിയോടെയും ബഹുമാനത്തോടു കൂടിയുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ പാർവതി വളരെ കൂളായി തന്നെ അവൻ്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരി കാണുമ്പോൾ എല്ലാവരും അവനോട് നന്നായി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ നടന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു, ഫുഡ് ഐറ്റംസ് ഒഴിച്ച്. എല്ലാം കഴിഞ്ഞ് പാറുവിന് ക്ഷീണം തോന്നിയതും ഇനി വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവതിയും കൊണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. കാർ എടുത്തു. അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും പാർവതി കൂടുതൽ ഹാപ്പിയായിരുന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. നിങ്ങളിത് ഏതമ്പലത്തിലാണ് പോയത് ഇത്രയും സമയമെടുക്കാനായിട്ട്? മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ലല്ലോ, ജെൻസി ചോദിച്ചു. അത് പിന്നെ അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന കവർ കാണുന്നത്. അതിലെ പൊരിയും മറ്റു സാധനങ്ങൾ കണ്ടതും എല്ലാവരും കവറിനായി അടിയായി. ജെൻസിയും നീതുവും അരുണും രാജേഷും രമേഷുമെല്ലാം തല്ലിട്ട് കഴിക്കാൻ തുടങ്ങി. അവരുടെ കൂട്ടത്തിൽ കയറി ഇതെന്താ സാധനം എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ സഹോദരിമാരും അവരുടെ കൂട്ടത്തിൽ കൂടി. അയ്യോ, നമുക്കും കൂടി പോവായിരുന്നു, ഇതെല്ലാം മിസ് ചെയ്തല്ലോ, ഇന്ദ്രജ പറഞ്ഞു. അതിനെന്താ, ഇനി അങ്ങോട്ട് ഉത്സവ ദിവസങ്ങളാണ്, നമുക്കെല്ലാവർക്കും കൂടി ഫാമിലി ആയിട്ടൊക്കെ പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ വേണമെങ്കിലും പോകാമല്ലോ, ഉത്സവം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പാറുവിൻ്റെ അച്ഛൻ പറഞ്ഞു. എന്നാൽ ചെന്ന് ഫ്രഷായിട്ട് വാ മക്കളെ, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും, പാറുവിൻ്റെ അച്ഛൻ പറഞ്ഞു. പാറു ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അമ്മ എന്തി അച്ഛാ ഇവിടെ കാണുന്നില്ലല്ലോ? പാറു ചോദിച്ചതും അമ്മ നമ്മുടെ വീട്ടിലേക്ക് പോയതാ മോളെ, അമ്മ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത്ര നേരം കിച്ചണിലായിരുന്നു. ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞതില്ലേ ഇവിടെ നമ്മുടെ ഈ വീട്ടിലുണ്ടാകണമെന്ന് അച്ഛനും അമ്മയും, ഇന്ദ്രൻ പറഞ്ഞു. വരാം മോനെ, പെട്ടെന്നൊരു പറിച്ചു നടൽ, പതുക്കെ ഇങ്ങോട്ട് വരാം, അച്ഛൻ പറഞ്ഞു. ഇങ്ങോട്ട് വേഗം മാറണം. ഞാൻ ആയുർവേദ മരുന്നുകളെല്ലാം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഒരു വീടോ ഒരു ഗോഡൗണോ ഒരു സ്റ്റോറേജ് പ്ലേസോ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ എനിക്ക് സുഖമാണ്. അച്ഛനും അമ്മയും ഇങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്ക് മരുന്നുകളുടെ യൂണിറ്റ് തന്നെ അവിടെ തുടങ്ങാം, പാറു പറഞ്ഞ്. എനിക്കറിയാം അമ്മ, അത്യാവശ്യം എല്ലാ മരുന്നുകളുടെയും കൂട്ടും അമ്മയ്ക്കറിയാം. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടതും അച്ഛൻ്റെ ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ആയുർവേദ മരുന്നുകളും നമുക്ക് അവിടെ ഉണ്ടാക്കാം. അതുകൊണ്ട് അച്ഛനും അമ്മയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഇത് നിങ്ങളുടെ വീടാണ്, അത് മറക്കരുത്, ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അയ്യോ, മോന് വിഷമായോ? ഇന്ദ്രൻ കയറിപ്പോകുന്നത് കണ്ട് പാറുവിൻ്റെ അച്ഛൻ ചോദിച്ചു. ഇല്ല അച്ഛാ, അങ്ങനെ പെട്ടെന്ന് വിഷമം വരികയോ സങ്കടം വരികയോ ചെയ്യുന്ന ആളൊന്നും അല്ല.
ഞാൻ എന്തായാലും പോയിട്ട് ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് പാർവതിയും മുകളിലേക്ക് കയറിപ്പോയി. പാർവതി ചെല്ലുമ്പോൾ ഇന്ദ്രൻ ഡ്രസ്സെല്ലാം മാറി ഫ്രഷായി വന്നു. ഒരു ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ലൈറ്റ് യെല്ലോ ടീഷർട്ടും ഇട്ടുകൊണ്ട് മിററിന് മുന്നിൽ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി അങ്ങോട്ട് ചെല്ലുന്നത്. എന്തു പറ്റി ഇന്ദ്രേട്ടാ, സങ്കടായോ? പാർവതി ചോദിച്ചു. എന്തിന്? ഇന്ദ്രൻ മനസ്സിലാവാതെ ചോദിച്ചു. അമ്മ അങ്ങോട്ട് പോയതിന്? പാർവതി ചോദിച്ചു. ഇല്ലല്ലോ, ഞാൻ കാരണം പറഞ്ഞു. അവരെ ഈ വീട്ടിൽ വേണം. അവരുടെ വീടല്ലേ ഇത്, പിന്നെ അങ്ങോട്ട് പോകുന്ന കാര്യമില്ലെന്ന് തോന്നി. ഞാനത് പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസം തന്നെ അവിടെ നിന്നും വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുക്കാം. കിച്ചണെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ, ചായ കുടിക്കണമെങ്കിലോ എല്ലാം ഉപയോഗിക്കാമല്ലോ. പിന്നെ അവിടെ സ്റ്റാഫിനെ താമസിപ്പിക്കാനുള്ള ഒരു കാര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം മരുന്നുകളുടെ സ്റ്റോക്കുകളും പിന്നെ മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ അതിൻ്റേതായ സെക്യൂരിറ്റി അവിടെ നൽകണം. ഇന്ദ്രൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ശരിയാക്കാം, ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. പാർവതി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തു നിന്ന് മാറാൻ പോയതും ഇന്ദ്രൻ അവളെ പിടിച്ച് ഡ്രസ്സിംഗ് മിററിന് മുന്നിൽ കൊണ്ടുവന്ന് ചെയറിൽ ഇരുത്തി. അവളെ കണ്ണാടിയിലൂടെ നോക്കി. നല്ല ക്ഷീണമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടന്നതല്ലേ ഇന്ന്, അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടോ, ഇന്ദ്രൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ക്ഷീണമൊന്നുമില്ല, എനിക്ക് എൻ്റെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്ഷീണമെല്ലാം പോകും, പാർവതി പറഞ്ഞു. അപ്പോൾ മുംബൈയിൽ വെച്ചോ? അവൻ ചോദിച്ചു. അവിടെ എപ്പോഴും തിരക്കല്ലേ ഇന്ദ്രേട്ടാ, റോഡിലൂടെ എപ്പോഴും എന്തോരം വാഹനങ്ങളാണ് പോകുന്നത്, എപ്പോഴും ശബ്ദമായിരിക്കില്ലേ. പക്ഷേ ഇവിടെ ഇന്ദ്രേട്ടൻ ശ്രദ്ധിച്ചോ, അധികം തിരക്കില്ല, പൊല്യൂഷനില്ല, എന്ത് ശാന്തമായ അന്തരീക്ഷമാണ്. അതാണ് മുംബൈയും ആലപ്പുഴയും തമ്മിൽ എനിക്ക് തോന്നിയ വ്യത്യാസം. പിന്നെ എനിക്ക് ഇന്ദ്രേട്ടൻ എവിടെയുണ്ടെങ്കിലും അതാണ് സ്വർഗം, അവൾ പറഞ്ഞു. ആണോ എന്ന് ചോദിച്ച് അവൻ അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെണ്ണിന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഹെൽത്തി ഫുഡ്, ഫ്രഷ് ജ്യൂസ് അങ്ങനെ മാത്രമാണ് ഇന്ദ്രൻ കൊടുക്കുന്നത്. ഇന്ദ്രൻ്റെ കെയറിങ് കൊണ്ട് തന്നെ അവൾക്ക് അല്പം വണ്ണം വെച്ചിട്ടുണ്ടോ എന്ന് പോലും തോന്നി. ഇന്ദ്രേട്ടാ, ഞാൻ വണ്ണം വെച്ചു, അവൾ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ലല്ലോ, ഇന്ദ്രൻ പറഞ്ഞു. ഇല്ല, ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്, എനിക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, അവൾ പറഞ്ഞു. അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അതൊന്നും ആലോചിച്ച് ഭക്ഷണം കുറയ്ക്കാനൊന്നും നോക്കണ്ട. ഈ സമയത്ത് ഭക്ഷണം കഴിച്ചോളൂ, വണ്ണം വെച്ചോട്ടെ, എനിക്കിഷ്ടമാണ്. എൻ്റെ പെണ്ണ് വണ്ണം വെച്ചാൽ കുറച്ചുകൂടി ഭംഗി കൂടുതലായിരിക്കും, ഇന്ദ്രൻ പറഞ്ഞു. പിന്നെ വണ്ണം വെച്ചാൽ ഒരു ഭംഗിയുണ്ടാവില്ല. ആര് പറഞ്ഞു ഭംഗിയുണ്ടാവില്ലെന്ന്? ഇപ്പം തന്നെ നോക്കിയേ, കവളെല്ലാം തൊടുത്ത് നല്ല ക്യൂട്ട് ബേബിയെ പോലെയുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ചു. അപ്പോൾ ഞാൻ വണ്ണം വെച്ചു എന്ന് അറിയാമല്ലേ? അത്രയ്ക്കൊന്നുമില്ല, കുറച്ച് വണ്ണം, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയും വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും അമ്മയോട് ദൃഷ്ടിയെടുക്കാൻ പറയണം, ഇന്ദ്രൻ പറഞ്ഞു. ഞാൻ എവിടെ പോയിട്ടാ എൻ്റെ ഇന്ദ്രേട്ടാ? ഇന്ന് പോയതുപോലെ അമ്പലത്തിലും ഉത്സവപ്പറമ്പുകളിലും നടന്നാൽ മതിയല്ലോ, ഇന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഞാൻ നടക്കുന്നില്ല, പുറത്തെങ്കിലും ഇറങ്ങിയിട്ടൊന്ന് നടക്കട്ടെ. ഈ സമയത്ത് നടക്കണം, അത് നല്ലതാണ്, അവൾ പറഞ്ഞു. അപ്പോഴാണ് ജെൻസി അങ്ങോട്ട് വന്നത്. വാടാ, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ്, അവൾ പറഞ്ഞതും ഞങ്ങൾ വന്നേക്കാം, ജെൻസി പൊയ്ക്കോ, ഇന്ദ്രൻ അവളെ പറഞ്ഞു വിട്ടു. ഒന്ന് ദേഹമെല്ലാം കഴുകിയിട്ട് വേഗം പോരൂട്ടോ, അവിടെയെല്ലാം നടന്ന് നിറയെ പൊടിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ വാഷ്റൂമിലേക്ക് വിട്ടു. ഒരു സ്കേർട്ടും ഒരു ടോപ്പും ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഒരുപാടൊന്നും അവളെ വീട്ടിൽ സാരി ഉടുപ്പിക്കാറില്ല. ഇവിടെ വന്ന് പിന്നെ പ്രത്യേകിച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടും ഇനി സാരി തട്ടി വീഴണ്ട എന്ന് പറഞ്ഞാണ് ഇന്ദ്രനാണ് അത് മാറ്റിയത്. അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോഴും ഇന്ദ്രൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ പുറകിലൂടെ അവനെ കൈയിട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചു. അവൻ്റെ വയറിൽ പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ അവൻ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. അല്പസമയം കൂടി സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ച് അവളെയും കൊണ്ട് അവൻ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഡൈനിങ് റൂമിൽ ഉണ്ടായിരുന്നു. എത്ര നേരമായി വന്നിട്ട്, വിശന്നിട്ട് പാടില്ല, അവനെ കണ്ട് അഖിൽ പറഞ്ഞു. നീ കുറച്ചു മുമ്പല്ലേ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കഴിച്ചത്, ഇന്ദ്രൻ ചോദിച്ചു. അതുമാത്രമല്ല മോനെ, ദേ ഇവിടെ പാറുമോൾക്ക് കൊണ്ടുവന്ന് വെച്ച എല്ലാം ഇവിടെ എല്ലാവരും കൂടി തീർത്തിട്ടുണ്ട്, അഖിലിൻ്റെ അമ്മ പറഞ്ഞു. കണ്ണി ചോരയില്ലാത്തത് പറയരുത്, അവൾക്ക് ഫ്രഷായിട്ട് പുതിയ ഐറ്റംസ് കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ അവളെ തിന്ന് സഹായിക്കുന്നത്, അഖിൽ പറഞ്ഞു. അത് ശരിയാ മോനെ, ഇവർ തിന്ന് സഹായിക്കുന്നത് കൊണ്ട് അവൾക്ക് എളുപ്പമാവുന്നുണ്ട്. ഒന്നും കഴിക്കുന്നില്ല പെണ്ണ്, വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞ്
രാവിലെ ഞാൻ കൊടുത്ത ആ പാല് അത് പകുതി വെച്ചിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. അഖിലിൻ്റെ അമ്മ പറയുന്നത് കേട്ട് ഇന്ദ്രൻ പാർവതിയെ നോക്കി. അവളിത് തന്നെക്കുറിച്ചല്ല പറയുന്നത് എന്നുള്ള രീതിയിൽ തല കുനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് എല്ലാവരും ചിരിച്ചു. അവളുടെ ഇരിപ്പും നിഷ്കുഭാവവും കണ്ട് ഇന്ദ്രനും ചിരി വന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് വൈശാഖും വൈഷ്ണവും കൂടി വന്നത്. നിങ്ങളിത് എവിടെ പോയതാ? പാറുവിൻ്റെ അമ്മ ചോദിച്ചു. തറവാട് വരെ പോയതാ. എന്തുപറ്റി? അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം അറിഞ്ഞോ? ലക്ഷ്മി ചോദിച്ചു. അറിഞ്ഞോ എന്നോ? നല്ല വെടിപ്പായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആര്? ലക്ഷ്മി ചോദിച്ചു. വേറെ ആര്? കാശിനാഥൻ്റെ അമ്മ തന്നെ. ഇതാ അമ്മേ, അവൾക്കുള്ള കുറച്ച് ഫ്രൂട്ട്സാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ മുത്തച്ഛൻ പണിക്കാരെ കൊണ്ട് എല്ലാം പറപ്പിച്ച് വെക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ തന്നു വിട്ടതാണ് എന്ന് പറഞ്ഞ് ഒരു കവർ വൈശാഖ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ മുത്തച്ഛൻ പറഞ്ഞു പാറുവിനെയും ഇന്ദ്രജിത്തിനെയും ഒന്ന് കാണണമെന്ന്. പറ്റുമെങ്കിൽ എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും മുത്തച്ഛനും എന്നോട് ദേഷ്യമൊന്നുമില്ലേ? പാറു ചോദിച്ചു. ദേഷ്യമൊന്നുമില്ല, പക്ഷേ പറഞ്ഞില്ല എന്നുള്ളൊരു പരിഭവം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, വൈശാഖ് പറഞ്ഞു. ഇന്ദ്രൻ വൈഷ്ണവിനെ നോക്കിയപ്പോൾ അവൻ ഇന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്തോ തന്നോട് പറയാനുണ്ടെന്ന് ഇന്ദ്രന് മനസ്സിലായിരുന്നു. എന്നാ നിങ്ങൾ കൈ കഴുകിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അച്ഛാ, പിന്നെ മുത്തച്ഛൻ എന്നാ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെയും ലക്ഷ്മിയുടെ വിവാഹം ഇനി അധികം വൈകിക്കണ്ട എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ അന്ന് അവിടെ വെച്ച് പാറുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹ റിസപ്ഷൻ പോലെ ഏട്ടൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹത്തിൻ്റെ റിസപ്ഷൻ്റെ അന്ന് നടത്താൻ പറ്റുമോ എന്ന് ഇന്ദ്രനോട് ചോദിക്കാൻ പറഞ്ഞു, വൈഷ്ണവ് പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് മുത്തച്ഛനെ കാണാൻ പോകാം, അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റതും കൂടെ പാർവതി എഴുന്നേക്കാൻ പോയതും അവൻ അവളെയൊന്ന് നോക്കി. അവിടെ ഇരുന്നു. എങ്ങോട്ടാ ഈ എഴുന്നേറ്റ് വരുന്നത്? അവൻ ചോദിച്ചു. എനിക്ക് മതി, അവൾ പറഞ്ഞു. ഇത് മുഴുവനും കഴിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവിടെ തന്നെ ഇരുന്ന് എല്ലാവരെയും നോക്കി. എല്ലാവരും അവളെ നോക്കി ചിരിക്കുകയാണ്. മതി മോനെ, ഒരുപാട് നിർബന്ധിക്കേണ്ട. നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടി കളയും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബദാം മിൽക്ക് എടുക്കാം, വൈശാഖിൻ്റെ അമ്മ പറഞ്ഞു. പാറു അവരെ ദയനീയമായി നോക്കി. എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് തുടങ്ങും, അതാ. എന്നാ ഒരു കാര്യം ചെയ്യാമോ? അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഞാൻ കഴിച്ചോളാം, പാർവതി പറഞ്ഞു. പറ്റില്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കേണ്ട, ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിച്ചോ, ഇന്ദ്രൻ പറഞ്ഞു. എല്ലാവർക്കും ഗർഭകാലം ഓർത്തിരിക്കാൻ എന്ത് രസമാണ്. എനിക്കിവിടെ തീറ്റ തന്നെ തീറ്റ. മിക്കവാറും വീർത്ത് വീർത്ത് ഞാൻ പൊട്ടിപ്പോകത്തേയുള്ളൂ, പാർവതി പതിയെ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അവളുടെ അടുത്തിരുന്ന് ജെൻസി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? എന്തോ വീർത്ത് വീർത്ത് പൊട്ടുകയുള്ളോ എന്നോ എന്തൊക്കെയോ പറഞ്ഞല്ലോ. എടി, നിനക്ക് വീട്ടിൽ പോകാറായില്ലേ? ജെൻസിയോട് പാറു ചോദിച്ചു. ഞാൻ പോവില്ല. അവിടെ ചെന്നിട്ട് എന്തിനാ? എന്നെ പിടിച്ച് കെട്ടിക്കാനല്ലേ? എനിക്കിപ്പോൾ കെട്ടണ്ട. എനിക്കിപ്പോൾ ഇങ്ങനെ ഫ്രീ ബേഡായിട്ട് നടക്കണം. ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ എങ്ങനെ വന്നാ? ഹോ, നിന്റെ അവസ്ഥ വരാൻ സാധ്യതയില്ല. കാരണം ഇത് ഇന്ദ്രജിത്ത് ലോകനാഥനാണ്. ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന വേറെ ആരും ഈ ലോകത്തുണ്ടാവില്ല. ജെൻസി അത് പതിയെയാണ് പറഞ്ഞത്. ഇത് സ്നേഹിക്കുകയല്ല, എന്നെ പീഡിപ്പിക്കുകയാണ്, പാർവതി പതിയെ പറഞ്ഞു. മതി മതി, രണ്ടും കൂടി അടുത്തിരുന്ന് കുണുങ്ങുന്നത്. മതിയെങ്കിൽ എഴുന്നേറ്റോ പാറു, വെറുതെ അവിടെ ഇരുന്ന് രണ്ടും കൂടി തല്ലുപിടിക്കാൻ നിൽക്കണ്ട എന്ന് അമ്മ പറഞ്ഞതും അവൾ ഇന്ദ്രനെ നോക്കി പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. അവനും അവളുടെ കൂടെ തന്നെ എഴുന്നേറ്റു. പെട്ടെന്ന് മുകളിലേക്ക് പോകണ്ട, അവിടെ കുറച്ചു നേരം പുറത്ത് പതിയെ നടന്നോ, ഇന്ദ്രൻ പറഞ്ഞു. ഇത് ശിക്ഷയാണോ ഭക്ഷണം കഴിക്കാത്തതിന്? അല്ലടാ, കുറച്ചു നേരം ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടി വിശക്കും. അപ്പോൾ നമുക്ക് ബദാം മിൽക്ക് കുടിക്കാം, ഇന്ദ്രൻ പറഞ്ഞതും ഇങ്ങനെ പോയ ഒറ്റ പ്രസവം കൊണ്ട് തന്നെ ഞാൻ നിർത്തും, നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ചാടിത്തുള്ളി പോകുന്നത് കണ്ട് ഇന്ദ്രൻ ചെറിയ പുഞ്ചിരിയോടെ നോക്കി നിന്നു. പിന്നെ അവൻ വൈഷ്ണവിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ചെന്നു. വൈഷ്ണവ് ഗാർഡനിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ അങ്ങോട്ട് ചെന്നു. ഇന്ദ്രനെ കണ്ടതും അവൻ ഫോൺ വെച്ചു. അലോകാൻ്റെ ടീം ഇങ്ങോട്ട് വരികയാണ്, വൈഷ്ണവ് പറഞ്ഞു. അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? ആണ്. ഇതൊരു ബിസിനസ് ഡീലിന് വേണ്ടി മാത്രമല്ല വരുന്നത്. കാരണം അവൻ്റെ കൂടെ അലങ്കൃത കൂടിയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം, പ്രത്യേകിച്ച് പാറുവിനെ. ഗാർഡനിൽ ചിരിച്ചുകൊണ്ട്
നീതുവിൻ്റെയും ജെൻസിയുടെയും ഒപ്പം നടക്കുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് വൈഷ്ണവ് പറഞ്ഞു. അപ്പോഴാണ് പാറുവിൻ്റെ അടുത്തേക്ക് ഇന്ദ്രജയും ശ്രാവണിയും ആർച്ചയും ചെല്ലുന്നത്. അവരുടെ കയ്യിൽ എന്തോ ഫ്രൂട്ട്സൊക്കെയുണ്ട്. അതെടുത്ത് കൊടുക്കുന്നതും പാറു അവരെ ഓടിക്കുന്നതും എല്ലാം ഇന്ദ്രനും വൈഷ്ണവും വൈശാഖും നോക്കി നിന്നു. അപ്പോഴാണ് അങ്ങോട്ട് അഖിൽ ഒരു പാത്രം ഫ്രൂട്ട്സുമായിട്ട് വരുന്നത്. എന്തു പറ്റി? എന്താ ഇന്ദ്ര പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഖിൽ പാത്രവുമായി വന്ന് അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിലിരുന്നു. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. എൻ്റെ പെങ്ങൾക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നതൊന്നും അവൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. വൈശാഖ് അഖിലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ അങ്ങോട്ട് നോക്കിയേ, ഇതുപോലെ ഒരു പ്ലേറ്റ് അവൾക്ക് കൊടുത്തു വിട്ടിട്ട് ആ പിള്ളേരെ ഓടിക്കുന്നത് കണ്ടോ? അതും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നത്. ആ പെണ്ണ് ഇതൊന്നും കഴിക്കുന്നില്ലാന്നേ. വെറുതെ എന്തിനാ കളയുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ, അഖിൽ പറഞ്ഞു. എന്താണ് ഇവിടെ ഒരു ചർച്ച? എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ദ്ര? അഖിൽ ചോദിച്ചു. അലോക് അലങ്കൃത വരുന്നു ഇങ്ങോട്ട്, ഇന്ദ്രൻ പറഞ്ഞു. അതെയോ? പണി മേടിക്കാനായിട്ട് ഫ്ലൈറ്റ് പിടിച്ചു വരുന്ന ഒരു സഹോദരനെ സഹോദരിയെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അഖിൽ പറഞ്ഞു. അത് കേട്ട് വൈഷ്ണവ് ചിരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് സഹോദരിമാർ ആ പാത്രവുമായിട്ട് വരുന്നത്. എന്തുപറ്റി? അഖിൽ ചോദിച്ചു. കഴിക്കുന്നില്ല ഏട്ടത്തി, വേണ്ടെന്ന് പറയുന്നു. അതിൽ നിന്നും ഒരു ഫ്രൂട്ട്സ് വായിലേക്ക് വെച്ചുകൊണ്ട് ശ്രാവണി പറയുന്നത്. അതിനി ഈ പ്ലേറ്റിലുണ്ടോ? അഖിൽ ചോദിച്ചു. ഞങ്ങൾ ഏട്ടത്തി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കഴിച്ചതാ. നല്ല മധുരം കേട്ടോ ഏട്ടാ. ഇനി ഉണ്ടാവുമോ അവിടെ? വൈഷ്ണവിനോട് ഇന്ദ്രജ ചോദിച്ചു. ഒരുപാടുണ്ട്. നമ്മുടെ തറവാട്ടിൽ നിങ്ങൾ വരുമ്പോൾ കാണാലോ. ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീടും തറവാടും പരിസരവും എല്ലാം, വൈഷ്ണവ് പറഞ്ഞു. അല്ല ഇന്ദ്ര, ഇനിയിപ്പോൾ വൈശാഖിൻ്റെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തണമെന്നല്ലേ മുത്തച്ഛൻ പറഞ്ഞത്? അതെ, അതിനി വൈകിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം, ഇന്ദ്രൻ പറഞ്ഞു. എടാ ഇന്ദ്ര, ഞാനും ഇങ്ങനെ നിൽക്കുന്നത് നീ കാണുന്നില്ലേ? അഖിൽ ചോദിച്ചു. നീ എന്തിനാ നിൽക്കുന്നത്? നീ ഇരുന്നോ, വൈഷ്ണവ് പറഞ്ഞു. ചളിയടിക്കല്ലേ? ഞാൻ ചളിയല്ല പറഞ്ഞത്. നീ നിൽക്കുന്നത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ കാണുന്നുണ്ട്. നിന്നെയൊക്കെ ആരാടാ പോലീസിലെടുത്തത്? അഖിൽ ചോദിച്ചു. ഇവിടെ ജെൻസിയുടെയും വീട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ? അവരിനി എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു വരുമോ എന്നൊരു ചെറിയ ടെൻഷനുണ്ട്, അഖിൽ പറഞ്ഞു. പ്രണയിക്കാൻ കാണിച്ചപ്പോൾ ഈ ടെൻഷനൊന്നും കണ്ടില്ലല്ലോ, വൈഷ്ണവ് ചോദിച്ചു. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ അവളുടെ ജാതി, വീട്ടുപേര്, ആരൊക്കെയുണ്ട് വീട്ടിൽ എന്ന് ചോദിച്ചിട്ടല്ലേ ഇഷ്ടം തോന്നുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. അതേലോ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നുമ്പോൾ ജാതിയോ മതമോ അവളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നോ ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പ്രണയിക്കുന്നത്. അപ്പോൾ ആ തൻ്റെ ഇടം വിവാഹം കഴിക്കാനും കാണിക്കണം കേട്ടോ, വൈഷ്ണവ് പറഞ്ഞു. ഇന്ദ്ര, ഇതിൻ്റെ വായിന്ന് വരുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ, അഖിൽ പറഞ്ഞു. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. നീ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്ന് പറ, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണെന്ന്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആഗ്രഹിക്കുന്നു എന്നല്ല, ഞാൻ ഇവളെ വിവാഹം കഴിക്കൂ. മര്യാദക്കാണെങ്കിൽ നിങ്ങൾ നടത്തിത്തരാം, ഇല്ലെങ്കിൽ ഞാൻ അവളെ അടിച്ചുകൊണ്ട് പോവും. ഒറ്റ ഡയലോഗ്. അതിൽ അവർ മൂക്കും കുത്തി വീഴും, നോക്കിക്കോ, വൈഷ്ണവ് പറഞ്ഞു. പിന്നെ മൂക്ക് കുത്തി വീഴാതിരിക്കില്ല, അവളുടെ ആങ്ങളമാർ എൻ്റെ മൂക്കിടിച്ച് പരത്തുകയായിരിക്കും ചെയ്യുന്നത്, അഖിൽ പറഞ്ഞു. പേടിയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? നീ വിട്ടേക്ക്. അവളെ പേടിയൊന്നുമില്ലാത്ത നല്ല ആമ്പിള്ളേർ വന്ന് കെട്ടിക്കൊണ്ട് പോയിക്കോളും. ഇവനെ ഇന്നും ഞാൻ എന്ന് പറഞ്ഞ് അഖിൽ വൈഷ്ണവിനെ ഇടിക്കാനായിട്ട് എഴുന്നേറ്റു. വൈശാഖ് അവനെ പിടിച്ചിരുത്തി. എടാ മര്യാദയ്ക്ക്, നിനക്ക് എൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹത്തിൻ്റെ ആ ദിവസം തന്നെ ജെൻസിയെ വിവാഹം കഴിക്കാൻ പാടില്ലേ? അത് നിനക്കൊരു ചാൻസാണ്, വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനമെടുക്ക്, വൈശാഖ് പറഞ്ഞു. അതൊരു നല്ല ഇതാണല്ലോ. ഈ ബുദ്ധി എനിക്കെന്താ തോന്നാഞ്ഞത്? എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അവരെ ഒടിച്ചു നുറുക്കി കുപ്പിയിലാക്കണം. എന്നിട്ട് വേണം ആ കുപ്പിയും കൊണ്ടുപോയി അവളുടെ വീട്ടിൽ ആ കുപ്പി തുറക്കാൻ. ആ കുപ്പിയിൽ നിന്നും ഇറങ്ങുന്ന എൻ്റെ അച്ഛനും അമ്മയും അവരെ വളച്ചൊടിച്ച് ആ കുപ്പിയിൽ തന്നെ ആക്കിയിട്ട് വേണം അവിടെ നിന്ന് പിന്നെ പോരാൻ, അഖിൽ പറഞ്ഞു. എന്താടാ മോനെ, ഞങ്ങൾ മായാവിയോ കുപ്പിയിൽ കയറിപ്പോകാൻ? പുറകിൽ നിന്നും അഖിലിൻ്റെ അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ട് നോക്കി. ആയിരിക്കും അങ്കിളെ, ഇവനെ കണ്ടിട്ട് ഒരു കുട്ടൂസിൻ്റെ മുഖഛായയില്ലേ, വൈഷ്ണവ് ചോദിച്ചു. അതെ, നിനക്ക് കുട്ടൂസിനെ നേരിട്ട് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. കുട്ടൂസിൻ്റെ കൂടെ ഒരു ലുട്ടാപ്പി നടക്കുന്നത് നീ ഒന്ന് കണ്ണാടിയിൽ നോക്ക്. അത് ചിലപ്പോൾ ആ രൂപത്തിന് നിന്റെ മുഖമായിരിക്കും.
തിരിച്ച് അഖിലും പറഞ്ഞു. പിന്നീട് അവിടേക്ക് എല്ലാവരും വന്നു. എല്ലാവരും താഴെയും സ്റ്റോൺ ബെഞ്ചിലുകളും ഇരുന്നു. പാർവതി പതിയെ നടന്നങ്ങോട്ട് വന്നു. നടത്തം കഴിഞ്ഞോ? ഇന്ദ്രൻ ചോദിച്ചു. കഴിഞ്ഞു, പാർവതി പറഞ്ഞു. അതിന് നടന്നോ? അവൻ ചോദിച്ചു. പിന്നെ നടന്നു. ആ, അത് ശരിയാണ്. നമ്മൾ കണ്ടില്ലേ പാറക്കൊച്ച് നടക്കുന്നത്? ആ കിളിക്കൂടിൻ്റെ അടുത്ത് വായി നോക്കി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു, വൈഷ്ണവ് പറഞ്ഞു. ആ, അത് പിന്നെ കുറച്ച് നടന്നപ്പോൾ തന്നെ ഈ ഭക്ഷണം കഴിച്ച് നടക്കാൻ പറ്റില്ല. എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി, അവൾ പറഞ്ഞു. അത് കേട്ടതും സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് ഇന്ദ്രൻ അവളെ നോക്കി. അവളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ അവൻ്റെ അടുത്തായി വന്നിരുന്നതും അവൻ അവളെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി. എല്ലാവരും പിന്നീട് സംസാരിക്കായിരുന്നു വൈശാഖിൻ്റെ വിവാഹകാര്യം. അതിനിടയിൽ കൂടി അഖിൽ അവന് ജെൻസിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അഖിലിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അമ്മ, ഞങ്ങൾക്കും ഈ മോളെ ഇഷ്ടമാണ്. നീ പറയുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഇഷ്ടമാണെന്ന് ഈ മോള് ഞങ്ങളോട് പറഞ്ഞു, അഖിലിൻ്റെ അമ്മ പറഞ്ഞതും അഖിൽ ഞെട്ടി അവളെ നോക്കി. അതേതായാലും നന്നായി. ഈ കല്യാണം പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വൈഷ്ണവ് പറഞ്ഞതും അഖിൽ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. നിന്റെ അനിയൻ മിക്കവാറും എൻ്റെ കൈകൊണ്ട് ചാവുള്ളൂ, നോക്കിക്കോ, അഖിലിൻ്റെ അടുത്തിരുന്ന വൈശാഖിനോട് അവൻ പറഞ്ഞു. അവരെല്ലാവരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് ഒരു കാറ് വന്നു നിന്നു. ആ കാറിൽ ഇരുന്നു കൊണ്ട് കാശി ഇന്ദ്രലോകം എന്ന ആ വീട്ടിലേക്ക് നോക്കിയിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ മോൻ്റെ സ്കൂളിൽ പോയേക്കായിരുന്നു, അതുകൊണ്ട് ലേറ്റായിട്ടാണ് വന്നിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.